അമ്മയുടെ പ്രാധാന്യം എന്താണ്? ഈ പെരുന്നാളിൽ സംബന്ധിച്ച് ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ ഈ പെരുന്നാളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്തെല്ലാമാണ്? ഒരു സംശയവും കൂടാതെ പറയാം, അത് അമ്മയുടെ മനസ്സും അമ്മയുടെ നിലനിൽപ്പുമാണ്. കാണപ്പെടുന്ന അമ്മമാരായി സഭയുടെ പെൺമക്കൾ ഈ ഇടവകയിലും മലങ്കര സഭയിലും മുഴുവനും പ്രാർത്ഥനകളോടെ തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ ഒരല്പം പ്രാധാന്യം നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ സാന്നിധ്യത്തിനുമുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഏതൊരു വ്യക്തിയുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ കരുതലുമാണ് എന്നുള്ളത് മറക്കുവാനും കഴിയുകയില്ല. നിങ്ങളും ഞാനുമെല്ലാം അതെല്ലാം അനുഭവിച്ചിട്ടുള്ള ആളുകളുമാണ്. ഇന്ന് വളരെ ശുഷ്കിച്ച് എത്രയോ ശ്രേഷ്ഠമായി നടത്തപ്പെടേണ്ട പെരുന്നാൾ വളരെ ശുഷ്കിച്ച് ആരാധനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു അമ്മയുടെ ജീവിതം അതിന് സമാനമാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആർഭാടങ്ങളിൽ നിന്നെല്ലാം മാറി പ്രാർത്ഥനയുടെയും ആരാധനയുടെയും കാമ്പുള്ള ചിന്തകളുടെയും എല്ലാം ആകത്തുകയായി അമ്മ മാറുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ വെറുതെ പറഞ്ഞു പോവുകയല്ല, മറിച്ച് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. അമ്മയ്ക്ക് ലഭിച്ച വലിയ സൗഭാഗ്യം ഒരു മകനെ ഈ ലോകത്തിലേക്ക് തരുവാൻ, അതും ഒരു പുരുഷബന്ധമില്ലാതെ ഈ ലോകത്തിലേക്ക് തരുവാൻ ദൈവം തമ്പുരാൻ തീരുമാനിച്ചു എങ്കിൽ അതിന് അമ്മയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അമ്മയുടെ സാന്നിധ്യമില്ലാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് ദൈവം തമ്പുരാൻ സ്വർഗം തീരുമാനിച്ചാൽ കൊടുക്കാൻ ഒരു വിഷമവും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അമ്മയെ തന്നെ അതിനെ തിരഞ്ഞെടുത്തത്? അവിടെയാണ് അമ്മയുടെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതും അവിടെയല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവളിലുള്ള പ്രത്യേകമായ ചില സവിശേഷതകൾ, അത് ഒരു അമ്മയ്ക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ അനുവാദം കൊടുക്കുമ്പോൾ തന്നെ ദൈവം തമ്പുരാൻ അവളിൽ സംക്ഷേപിച്ചു വിടുന്ന ചില അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു തിരിച്ചറിവിൻ്റെ സമയം കൂടിയായി ഈ സമയത്തെ മാറ്റിവെക്കണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാറ്റിൽ നിന്നും മാറി നിന്നവളാണ് അവൾ. അവൾക്ക് മനോഹരമായൊരു ജീവിതം നയിക്കാമായിരുന്നു. അവൾക്ക് തൻ്റെ ഭർത്താവിനോടൊപ്പം തൻ്റെ കുടുംബത്തോടൊപ്പം അവൾക്ക് ജീവിക്കുവാനുള്ള സ്വപ്നങ്ങൾ കാണാമായിരുന്നു. പക്ഷേ ആ അമ്മ ചെയ്തത് എന്താണ്? അമ്മ ഒതുങ്ങി പ്രാർത്ഥനകളോടെ മറ്റാരും കാണാതെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് കണ്ടെത്തി. ദൈവസന്നിധിക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുവാനുള്ള മനസ്സ് കണ്ടെത്തി. നമ്മൾ ഈ അമ്മമാരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതുപോലെ തന്നെ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അത് ഞങ്ങളുടെ ഇഷ്ടമെന്ന് സൂചിപ്പിക്കുന്നത് ഈ മാനവകുലത്തിൻ്റെ ഇഷ്ടം തന്നെയാണ്. കാരണം അമ്മയില്ലാതെ ഇവിടെ നിലനിൽപ്പില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവളെല്ലാം നഷ്ടപ്പെടുത്തുന്നവളാണ്. അത് ഭൗതിക തലത്തിൽ ചിന്തിക്കുമ്പോഴും നമുക്കറിയാം. തനിക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം എന്നേക്കാൾ കൂടുതൽ അർഹനായിട്ടുള്ളത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യം അതിപ്പോഴും നഷ്ടപ്പെട്ടു പോകാതെ അമ്മമാർ സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതുകയാണ്. താൻ അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും മുന്തിയ ഇനവും ഏറ്റവും മുന്തിയ ഭാഗവും തൻ്റെ കാണപ്പെട്ട ദൈവമായി താൻ കരുതുന്ന ഭർത്താവിനും പിന്നെ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും തൻ്റെ രക്തത്തിൽ പിറന്ന മക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമായി വീതിച്ചു കൊടുക്കാൻ ഒരമ്മയും ഒരു സമയത്തും മടി കാണിച്ചിട്ടില്ല.
അങ്ങനെ മടി കാണിക്കുന്നവർ അമ്മമാരാണ് എന്ന് പറയാനും കഴിയുകയില്ല. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നുള്ള ബോധ്യത്തോടെ, എനിക്ക് ഇല്ലെങ്കിലും എനിക്ക് കുറഞ്ഞാലും നിങ്ങൾക്കൊരാൾക്കും കുറയരുത് എന്നുള്ളൊരു ബോധ്യത്തോടെ, അതേ വികാരവായ്പോടെ അമ്മ അന്ന് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടെ നിന്ന് കൽപ്പിക്കുന്നത് ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാവുകയാണ്. വിവരമില്ലാത്ത പെൺകുട്ടി ആയിരുന്നില്ല, കൃത്യമായി ബോധ്യമുണ്ടായിരുന്നയാളാണ്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഏതൊരു ബോധ്യമില്ലാത്തവർക്കും ബോധ്യം കൂടുതൽ കിട്ടുകയും ചെയ്യും. എന്താണ് ഞാൻ പറയുന്നത്? നീ കൽപ്പിക്കുന്നത് എന്നിലേക്ക് സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്. കേവലമായി സ്വീകരിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറമായി ഇതിൻ്റെ വരും വരായികൾ മുഴുവൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അവൾ അതാണ് പ്രതിവചിച്ചത്. അവിഹിതമായി ഗർഭം ധരിച്ചു എന്ന് ലോകം മുഴുവൻ പറയുവാൻ സാധ്യതയുള്ളൊരു സമയം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി എന്ന് സമൂഹം അറിഞ്ഞാൽ പരസ്യ വിചാരണ, അത് വിചാരണയുടെ പേരിൽ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലുവാൻ സാധ്യതയുള്ള ഒരു വലിയ കുറ്റം ചെയ്തവൾ തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ ഉള്ള സാധ്യതകളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവൾ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളത്. അതാണ് അമ്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവവിശേഷം. ആ സ്വഭാവവിശേഷം പകർത്തിയെടുക്കുക എന്നുള്ളത് പ്രാഥമികമായി എൻ്റെ മുന്നിലിരിക്കുന്ന, ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന, തൻ്റെ മക്കൾക്കും കുടുംബത്തിനുമായി ജീവിക്കുന്ന ഏതൊരു അമ്മയുടെയും പ്രാഥമികമായ ചുമതലയാണ് എന്നുള്ളത് മറന്നു പോകാതെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്.